നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ ദുഃഖങ്ങൾ പല അവസരങ്ങളിലും കടന്നു വരും. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ ഒരു ദുഃഖം മനസ്സിൽ നിങ്ങൾ വിചാരിക്കുക. ആ ദുഃഖം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതായ ദുഃഖമായിരിക്കണം. ആ ദുഃഖം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്നതായ 2 മഹാക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലെ ആ ദുഃഖം സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. ഏവരും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിന് മുന്നോടിയായി ഏവരും കമന്റ് ബോക്സിൽ അമ്മേ ശരണം എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അതല്ല എങ്കിൽ ഇഷ്ടദേവതയുടെ നാമം രേഖപ്പെടുത്താം. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യത്തെ ക്ഷേത്രമായ സാക്ഷാൽ ചോറ്റാനിക്കര ക്ഷേത്രമാണ്. ചോറ്റാനിക്കര അമ്മയുടെ സന്നിധിയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. അമ്മയുടെ കടാക്ഷം നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ് ഫലം. പല വിധത്തിലുള്ള നേട്ടങ്ങൾ, പ്രത്യേകിച്ചും ധനലാഭം, ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നേടുക, വിജയങ്ങൾ കരസ്ഥമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ അമ്മയുടെ കടാക്ഷത്താൽ സാധിക്കും. ഒരു പരിധിവരെ നിങ്ങൾക്ക് പല കാര്യങ്ങളെയും, ദുരിതപൂർണമായ പല കാര്യങ്ങളെയും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. വിചാരിക്കുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. മാതാപിതാക്കളെ നന്നായി സംരക്ഷിക്കുവാനും കൂടാതെ തങ്ങളെ സ്നേഹിക്കുന്നവർക്ക്, കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അനുകൂലമായ പല കാര്യങ്ങളും ചെയ്യുവാനും ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ദുരിതപൂർണമായ അവസ്ഥയുണ്ട്. പല സമയത്തും മനോബലം നഷ്ടമാകുന്നു, ശക്തി കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. നിങ്ങൾക്ക് ചുറ്റും നിരവധിയാർന്ന പ്രശ്നങ്ങളുണ്ട്. പല കാര്യങ്ങളും നിങ്ങളെ തളർത്തുന്നു എന്ന് തന്നെ പറയാം. പല കാര്യങ്ങൾക്കും പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ജീവിതത്തിൽ പല രീതിയിലുള്ള വഴിത്തിരിവുകൾക്ക് സാധ്യത ഉണ്ടാകുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന് തന്നെയാണ് ഫലം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതാകുന്നു. എത്ര തടസ്സത്തിൽ നിന്നും ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങൾക്ക് കരകയറുവാൻ സാധിക്കും. അതിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. തീർച്ചയായും ദേവിയുടെ കടാക്ഷത്താൽ അനുകൂലമായ കാര്യങ്ങളാണ് വന്നു ചേരുക. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും ദേവിയുടെ കടാക്ഷത്താൽ സാധിക്കും. നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുത്തപ്പോൾ മനസ്സിൽ വിചാരിച്ചതായ ആ ദുഃഖം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും. എന്നാൽ അത് ഉടനെ തന്നെ നടക്കണം എന്നില്ല. എന്നാൽ ജീവിതത്തിൽ അത് നടക്കുവാനുള്ള സാധ്യതകൾ അടുത്തു തന്നെ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ അമ്മയുടെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരും. എത്ര തന്നെ പ്രയാസത്തിലാണ് നിങ്ങൾ ഉള്ളത് എന്നിരുന്നാൽ പോലും അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. അനുകൂലമായ കാര്യങ്ങൾ തന്നെ വന്നു ചേരും. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മാപ്പ് നൽകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകുവാനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും എന്ന കാര്യം ഓർക്കുക. പല പരിതസ്ഥിതിയിലൂടെയും നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായി വരാം. എന്നാൽ അത്തരത്തിലുള്ള ദുരിതപൂർണമായ പരിതസ്ഥിതി പോലും ഒഴിവാക്കുവാൻ ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും. ശരിയായ മാർഗനിർദ്ദേശങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ലഭിക്കും എന്ന കാര്യവും ഓർക്കുക. അത് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാക്കാം. എന്നാൽ അത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും എന്ന കാര്യവും ഓർക്കുക. പഴയ കാര്യങ്ങൾ, ദോഷകരമായ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക എന്ന കാര്യം ഓർക്കുക. വളർച്ചയെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു.
പല അവസരങ്ങളിലും നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കുകയും അതിനാൽ തന്നെ ജീവിതത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ അതിന് വഴിയൊരുങ്ങുകയോ ചെയ്യുന്നതാകുന്നു. അതിനാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി പോസിറ്റീവായി ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കഷ്ടതകൾ, ദുരിതങ്ങൾ എന്നിവ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് സഹായകരമായ അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളെ പലരും താഴ്ത്തി കെട്ടിയിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ അത്തരത്തിൽ നിങ്ങളെ താഴ്ത്തി കെട്ടിയ വ്യക്തികൾക്ക് മുൻപിൽ വലിയ രീതിയിലുള്ള വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളുടേതായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു. നിങ്ങൾ നിങ്ങൾക്കായി അല്പസമയം മാറ്റിവെക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യം ഓർക്കുക. കാരണം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. എവിടെയെല്ലാം നിങ്ങൾക്ക് അബദ്ധങ്ങൾ പിണഞ്ഞു, എപ്രകാരം പരാജയങ്ങൾ, ഇത്തരത്തിലുള്ള ദുരിതപൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. പല കാര്യങ്ങളും ചിന്തയില്ലാത്തതിനാൽ തന്നെ നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുന്നു. പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാകുന്നു. എന്നാൽ അത് ചിന്തിക്കാതെ എടുത്തു ചാടി പല തീരുമാനങ്ങളും പല അവസരങ്ങളിലും നിങ്ങൾ എടുത്തിട്ടുണ്ട്. അത് പലരുടെയും പ്രേരണയാലുമാകാം. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി മുതൽ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം ഏത് കാര്യവും പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക, തീരുമാനങ്ങൾ കൈക്കൊള്ളുക. അല്പസമയം നിങ്ങൾക്കായി നിങ്ങൾ വിനിയോഗിക്കുക അഥവാ മാറ്റിവയ്ക്കുക എന്ന കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ തന്നെ കരുതിയിരിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ജീവിതത്തിൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈശ്വരാനുഗ്രഹം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ദേവി കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ് ഇത് എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ ദേവി കടാക്ഷത്താൽ പലവിധ ചിന്തകളും അനുകൂലമായ ചിന്തകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ രോഗത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ ഒപ്പമുള്ള നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ആ രോഗത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ചികിത്സ നേടുന്നതിലൂടെ തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. സ്ഥിര വരുമാനമില്ലാതെ കഷ്ടപ്പെടുകയാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും അതിൽ മാറ്റങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ നിങ്ങളെ പലരും ചൂഷണം ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രദ്ധാപൂർവം നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇത്തരത്തിൽ നിങ്ങളെ ചതിക്കുന്നതായ വ്യക്തികളെയും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. തീർച്ചയായും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ദേവിയുടെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. തീർച്ചയായും അമ്മയെ ആരാധിക്കുക. അമ്മയുടെ സന്നിധിയിൽ എത്തുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യവുമാണ്. നിത്യവും അമ്മയെ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും എന്ന കാര്യവും ഓർക്കുക. രണ്ടാമത്തെ ക്ഷേത്രമായ സാക്ഷാൽ ആറ്റുകാലമ്മയുടെ സന്നിധിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു അഥവാ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ മനസമാധാനം നഷ്ടപ്പെടുക, പല രീതിയിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരിക, തന്മൂലം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനോ മുന്നോട്ട് പോകുവാനോ സാധിക്കാത്തതായ അവസ്ഥ, പല കാര്യങ്ങളിലും ഉത്തരമില്ല അഥവാ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നതായ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ദേവിയുടെ കടാക്ഷം, ആറ്റുകാലമ്മയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ അവസരമാണ് ഇത്. അതിനാൽ തന്നെ ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ
വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ് ഇത് എന്ന കാര്യവും ഓർക്കുക. വിചാരിച്ചതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന് കിട്ടുവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യം ആദ്യമേ ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ലാഭം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിലെ പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കുക, അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. എന്നാൽ വാശി പിടിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാം. പലപ്പോഴും എടുത്തുചാട്ടവും വാശിയാലും പല കാര്യങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾക്ക് അബദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തിട്ടുള്ളതാകുന്നു. അതിനാൽ തന്നെ വന്നു ചേർന്നിരിക്കുന്നതായ അത്തരം പരിതസ്ഥിതികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. എന്നാൽ വാശി നിങ്ങൾക്ക് നല്ലതാണ് എന്ന കാര്യവും ഓർക്കുക. വാശിയോടെ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കണം. എന്നാൽ ആ വാശി അമിതമായാൽ ദോഷമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഇഷ്ടപ്പെടുന്നവരിൽ നിന്നും അനുകൂലമായ ഫലങ്ങൾ, പങ്കാളിയിൽ നിന്നും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുക, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തോൽവി നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. തോൽവിയെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്നില്ല. അതേപോലെ തന്നെ മനസ്സിനെ അലട്ടുന്നതായ പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും പല രീതിയിലുള്ള തർക്കങ്ങൾ, പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ വന്നു ചേരും. എന്നാൽ ഉടനെ തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ അല്പം കുറവാണ്. എന്നിരുന്നാലും ദേവിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ പല വഴികളും തുറക്കപ്പെടും എന്ന കാര്യം ഓർക്കുക. വളരെ അടുത്ത ഒരു സുഹൃത്ത് വിരോധിയായി മാറുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. അത് സുഹൃത്തുക്കൾ തന്നെ ആകണം എന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാകാം, അതല്ല ബന്ധുക്കളാകാം, കുടുംബാംഗങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരാകാം. അത്തരത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി വിരോധിയാകുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ട്. എന്നാൽ നിങ്ങൾ പ്രതീക്ഷ ഒരിക്കലും കൈവിടാൻ പാടില്ല. ധൈര്യം കൈവിടാൻ പാടില്ല എന്ന് തന്നെയാണ് ഫലം. ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോവുക. പല പ്രതിസന്ധികളും ജീവിതത്തിൽ നിന്നും അമ്മയുടെ കടാക്ഷത്താൽ ഒഴിയുന്നതായി നിങ്ങൾക്ക് തന്നെ ബോധ്യമാകുന്നതാണ്. ആർക്കും നിങ്ങളെ പെട്ടെന്ന് നശിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമായ കാര്യമാണ്. മറഞ്ഞിരിക്കുന്നതായ ആ ശത്രുക്കളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരാനും സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. പല വ്യക്തികളെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുകയും അവർ മൂലം ജീവിതത്തിൽ പല ദുരിതപൂർണമായ അവസ്ഥയും നിങ്ങളുടെ ജീവിതത്തിൽ മറക്കുവാൻ സാധിക്കാത്തതായ മുറിവുകളും ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അതിനാൽ തന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതും അനിവാര്യമാണ്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടുള്ളതല്ല. അപ്രകാരം വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് ദുരിതപൂർണമായ അവസ്ഥകൾ അഭിമുഖീകരിക്കേണ്ടതായി വരും എന്ന കാര്യം ഓർക്കുക. അജ്ഞാതമായ ഒരു ശക്തി നിങ്ങളെ സഹായിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്, അല്ലെങ്കിൽ അനുഭവപ്പെടും എന്ന് തന്നെ പറയാം. അത് ആറ്റുകാലമ്മയുടെ കടാക്ഷമാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അമ്മയെ നിങ്ങൾ ആരാധിക്കുക. തീർച്ചയായും ജീവിതത്തിലെ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ തന്നെ വന്നു ചേരും. നഷ്ടങ്ങൾ പലപ്പോഴായി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും അത്തരത്തിലുള്ള നഷ്ടങ്ങളാൽ നിങ്ങൾ വിഷമിക്കുന്ന വ്യക്തികളാണ് എന്ന് തന്നെ പറയാം. എന്നാൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ വ്യക്തികളാണ് നിങ്ങൾ എന്ന ചിന്തയും നിങ്ങളിൽ വളർന്നു വരേണ്ടത് അനിവാര്യം തന്നെയാകുന്നു.
നിങ്ങളുടെ ജീവിതത്തിൽ അധികം താമസിക്കാതെ തന്നെ പല മാറ്റങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. വലിയ ഭാഗ്യങ്ങൾ തന്നെ, നേട്ടങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. സമ്പൽ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. കഷ്ടതകൾ ജീവിതത്തിൽ നിന്നും ഒഴിയുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ മനസ്സിന്റെ നന്മയാൽ ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരും. പോസിറ്റീവായ കാര്യങ്ങൾ, പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിക്കും. ഭാഗ്യം വർദ്ധിക്കും. സന്തോഷം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഏതെങ്കിലും ഒരു വഴി ജീവിതത്തിൽ രക്ഷപ്പെടുവാനായി ദേവിയുടെ കടാക്ഷത്താൽ തുറക്കപ്പെടും എന്ന കാര്യം ഓർക്കുക. എന്നാൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് നിങ്ങളുടെ കർത്തവ്യം തന്നെയാകുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ചുറ്റുമുള്ളവരുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ, ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ ആ ബന്ധങ്ങൾ തന്നെ അകന്നു പോകുവാൻ അത് കാരണമായി തീരും. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ, മനസ്സിനെ അലട്ടുന്നതായ ആ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന് തന്നെയാണ് ഫലം. തീർച്ചയായും അമ്മയെ ആരാധിച്ച് നിങ്ങൾ പോവുക. അമ്മയുടെ സന്നിധിയിൽ എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്.